റിപ്പോർട്ടേഴ്സ് ഡയറിയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ നിന്ന് തുടങ്ങാം. ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളെക്കുറിച്ച് ഇതുവരെ കൃത്യമായ പഠനങ്ങൾ നടന്നിട്ടില്ല. എന്നാൽ വയനാട്ടിൽ തുടക്കം കുറിച്ച സർവേയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരെക്കുറിച്ച്. ആദിവാസി വിഭാഗങ്ങൾക്കിടയിലെ അവിവാഹിത അമ്മമാരെക്കുറിച്ചും മൈസൂർ കല്യാണങ്ങളിൽ വഞ്ചിതരായ സ്ത്രീകളെക്കുറിച്ചുമൊക്കെ കേരളം ധാരാളം ചർച്ച ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഇവർക്കിടയിൽ ഒന്നും പെടാത്ത മറ്റൊരു വിഭാഗമുണ്ട്. ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ. ഇവരുടെ അവസ്ഥ എന്താണ്? ഭർത്താവ് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ജീവിതം എങ്ങനെ മുന്നോട്ടു പോകും? എത്ര കാലം സ്വന്തം കുടുംബത്തിൽ നിൽക്കാൻ കഴിയും? മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ സംരക്ഷണയിൽ കുറച്ചുകാലം. എന്നാൽ അതിനുശേഷമോ? സ്വന്തം വീട്ടിൽ പോലും നിൽക്കാൻ കഴിയാതെ കൈക്കുഞ്ഞുമായി തെരുവിൽ ഇറങ്ങേണ്ട അവസ്ഥ. സമൂഹത്തിൽ നിന്നും അവജ്ഞ മാത്രം നേരിടുന്ന ഈ വിഭാഗത്തിനായി ആരും ഒന്നും ചെയ്യുന്നില്ല. ബന്ധങ്ങൾ വേർപിരിഞ്ഞതിന് കാരണങ്ങൾ പലതാണ്. ചിലർക്ക് മദ്യപാനമാണ് വില്ലനായതെങ്കിൽ മറ്റു ചിലർക്ക് അന്ധവിശ്വാസവും സംശയവുമായിരുന്നു പ്രശ്നങ്ങൾ. ഇത് പടിഞ്ഞാറത്തറ സ്വദേശിനി നൂർജഹാനും മകൻ മുഹമ്മദ് ഷൈമാനും. സ്നേഹം നടിച്ച് തന്നെ ചതിച്ചയാൾ ഇപ്പോൾ എവിടെയാണെന്ന് പോലും ഇവർക്കറിയില്ല. ജീവിത പ്രാരാബ്ധങ്ങളേറിയപ്പോൾ രക്ഷപ്പെടാനായി വിദേശത്തെത്തി. അവിടെ വെച്ച് കണ്ണൂർ സ്വദേശിയുമായി അടുപ്പത്തിലായി. ഗർഭിണിയായ ശേഷം 2 വർഷം മുൻപ് തിരികെ നാട്ടിലെത്തിയാണ് പള്ളി കമ്മിറ്റി വഴി വിവാഹം കഴിച്ചത്. പിന്നീട് ഇയാൾ മുങ്ങി. അന്വേഷിച്ച് ഭർത്താവിന്റെ നാട്ടിലെത്തിയപ്പോൾ അവിടെ അയാൾക്ക് ഭാര്യയും മക്കളുമുണ്ടെന്നറിഞ്ഞു. പിന്നെ ആദ്യ വിവാഹം കഴിച്ചത് എനിക്ക് അറിയില്ലായിരുന്നു. മോനായി ഞാനൊരു ദിവസം അവരെ വീട്ടിലേക്ക് പോയപ്പോഴാണ് ഭാര്യയുള്ള കാര്യം ഞാൻ അറിയുന്നത്. മോനും ഭാര്യയുള്ള കാര്യം. ആ ഭാര്യ മറച്ചു വെച്ചിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെയുള്ള അയൽവാസികളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവർ ലൈഫേ 2-3 കെട്ടിയിട്ടുള്ളൊരവസ്ഥയാണ്. സ്വന്തം അനിയന് ഇതേപോലെ കെട്ടിയിട്ടുണ്ട്. ഉപ്പം 2 വിവാഹം അവിടെ ജോലിക്ക് പിന്നെ പ്രസവിച്ച് കിടക്കുമ്പോൾ ഇളയ പെങ്ങളായിട്ട് പ്രസവിച്ച് കിടക്കുമ്പോൾ നോക്കാൻ വേണ്ടി നിന്ന് 2 കുറിച്ചെത്തി പെണ്ണുങ്ങളെ മുസ്ലിമാക്കി കെട്ടിയിട്ടുണ്ട്. ഉപ്പാടെ അനിയൻ 6 കെട്ടിയിട്ടുണ്ട്. ഇവർക്ക് ലൈഫ് 2-3 കെട്ടി ഒഴിവാക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവർക്കൊരിത് വിഷയം ഉണ്ടാവില്ല. നീ എന്തിനാ ഈ ചതിക്കുയിൽ കുടുങ്ങിയെന്ന് ചോദിച്ചു അയൽവാസികൾ എന്നോട്. പല വഴിയിലും ഭർത്താവിൽ നിന്ന് ജീവനാംശം ലഭിക്കാനായി ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും നടന്നില്ല. ഇപ്പോൾ ഭർത്താവിന്റെ സുഹൃത്തുക്കളിൽ നിന്ന് ജീവന് ഭീഷണിയുമുണ്ട്. കുഞ്ഞിനെ അനാഥനായി വളർത്താൻ നൂർജഹാൻ തയ്യാറല്ല. DNA ടെസ്റ്റ് നടത്തി മകന് അച്ഛനെ കാട്ടിക്കൊടുക്കണം. സ്വന്തം വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ യുവതിക്ക്. സുഹൃത്തിന്റെ വീട്ടിലാണ് താമസം. എത്ര കാലം അവരെ ബുദ്ധിമുട്ടിക്കാൻ സാധിക്കും? ഞാൻ ബസ് സ്റ്റാൻഡിൽ ഒരു ദിവസം എൻ്റെ മോനെയും കൊണ്ട് നിന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനായിട്ട് കയറ്റുന്നില്ല. വീടെന്ന് പറയുന്നത് എനിക്ക് വീടില്ല. എൻ്റെ എല്ലാ അവസ്ഥകളും ഞാൻ അവനോട് തുറന്നു പറഞ്ഞതാണ്. എൻ്റെ എൻ്റെ വാപ്പ മരിച്ചു പോയതിൻ്റെ ശേഷം ഉമ്മ 2ാമത് വിവാഹം കഴിച്ച് അതിലുള്ളൊരു മോനുണ്ട്. അവൻ്റെ വീട്ടിലാണ് ഇപ്പോൾ തൽക്കാലം. അവൻ അവിടെ നിൽക്കണ്ടെന്ന് പൂർണ്ണമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ദുരിതം അനുഭവിക്കുന്ന നിരവധി സ്ത്രീകളെ കാണാനായി ചിലർ മനസ്സ് തുറന്നു. കല്യാണം കഴിഞ്ഞത് സാധാരണ പള്ളിയായിട്ടെല്ലാം ഇടപെട്ടിട്ടുള്ള കല്യാണം തന്നെയാണ് കഴിഞ്ഞത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം നല്ലതായി ജീവിച്ചിക്ക് 3 മാസം എത്തുമ്പോൾ തന്നെ അടിയും പ്രശ്നവും കച്ചറയെല്ലാം തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 3 മാസത്തിനിടയ്ക്ക് എത്രയോ ഞങ്ങൾ തെറ്റിയിട്ട് എൻ്റെ വീട്ടിലെല്ലാം വന്ന് നിന്നതാണ്. എനിക്ക് ഫസ്റ്റിലൊരു ഗർഭിണിയായ സമയത്ത് ഇവൻ്റെ അടിയും ഭയങ്കര അലസതയും കൊണ്ടാണ് ആ കുട്ടി തന്നെ മരിച്ചു പോയെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നോട്. പിന്നെ ഇത് 6 മാസം കൂടുമ്പോൾ പഞ്ചായത്തെല്ലാം പറഞ്ഞ് നന്നാക്കി കൊണ്ടാക്കും. പിന്നെയും തെറ്റു ഇനി കൊണ്ടുവരും. ഭയങ്കര അന്ധവിശ്വാസ കളിയാണ്. പിന്നെ എനിക്ക് പൊന്നില്ല, ഞാൻ മൊഞ്ചില്ല, ഇത്രയെല്ലാം ആദ്യം പറയാം. എന്നുവെച്ചാൽ ഭയങ്കര നാവ എന്നെല്ലാം പറയാൻ ആദ്യം. പിന്നെ അതൊന്നുമല്ല, അവർ പിന്നെ ഭയങ്കര അന്ധവിശ്വാസം. ഞാൻ ആരോട് മിണ്ടരുത്, ആരോട് അനങ്ങരുത്, ഇങ്ങനെയല്ലായി. അങ്ങനെയായിട്ട് ഞാൻ വന്നത് നല്ല രീതിക്കാണ് വന്നത്. പിന്നെ എന്നെ ഒഴിവാക്കിയ സ്ഥിതി ഞാൻ അറിയൂല. പള്ളിയിലേക്ക് ഞാൻ അറിയാണ്ട് എൻ്റെ ഡൈവേഴ്സ് നോട്ടീസാണ് പള്ളിയിൽ വന്നത്. 93 കല്യാണം ജൂലൈ 4-ാം തീയതി കല്യാണം കഴിഞ്ഞ് അവിടെ 3.5 മാസം ഒന്നിച്ച് നിന്ന്. പെട്ടെന്ന് എനിക്കൊരു
ഒരു മനപ്രയാസം വന്നു. കാരണം ഞങ്ങൾ സുന്നി, അവർ മുജാഹിദാണ്. പെട്ടെന്നാണ് അതൊക്കെ ചോദിച്ചപ്പോൾ അവർ ഒളിച്ച്, അവർ ഗൾഫിൽ പോയപ്പോൾ മുജാഹിദ് എന്നുള്ള ഇത് മാറി അവിടെ. അപ്പം ഞാൻ അന്നൊരു പക്വത എന്തെന്ന് പറയണ്ടേ, പക്വത എത്താത്ത എന്തോന്നും അറിയില്ല. അങ്ങനെ എന്ത് ചെയ്തു, ഇവർ മുജാഹിദായപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് സുന്നിയിൽ അതങ്ങനെ പറ്റാത്തൊരു സാഹചര്യപ്പോൾ എനിക്ക് ടെൻഷൻ വന്നു. ടെൻഷൻ വന്നപ്പോൾ 3 മാസം ഒന്നിച്ച് നിന്ന് അവർ ഗൾഫിൽ പോയി. പിന്നെ ഒന്നും ഞാൻ അറിയുന്നില്ല. അപ്പം പിന്നെ എനിക്ക് കൂടുതൽ ടെൻഷനായി. ഞാൻ അറിയുന്നത് അവർ ഒളിവിൽ വന്നിട്ട് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതൊന്നും വേണ്ട, എനിക്ക് അവനെ വേണ്ടേ വേണ്ട, അവൻ്റെ ചിലവും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ വേറെ ഒരു കല്യാണമൊക്കെ വന്നാൽ, നല്ല കല്യാണമൊക്കെ വന്നാൽ നിൽക്കുന്നല്ലാണ്ട് പിന്നെ ഇങ്ങനത്തെ കല്യാണം എനിക്ക് വേണ്ട, അവനെയും വേണ്ട. മക്കളൊന്നുമില്ല. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഞാനിപ്പോൾ വീട്ടിലേക്ക്. ജീവിതത്തിൽ സംരക്ഷണം തരേണ്ട ഭർത്താവിൽ നിന്ന് കുഞ്ഞുങ്ങളെ പോറ്റാനുള്ള നഷ്ടപരിഹാരം തേടി ഇറങ്ങിയ സ്ത്രീകളിൽ പലരും പകുതിയിൽ തളർന്നു വീണു. നിയമപരമായി ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും നേടിയെടുക്കാൻ ഇവർക്കായില്ല. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ് ഭൂരിഭാഗം യുവതികളും. ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ പോലും ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നും കാര്യമായ നടപടികളും ഇക്കാര്യത്തിലില്ല. സ്വന്തമായി വീടുപോലും ഇല്ലാത്തവരാണ് ഇതിൽ ഭൂരിഭാഗവും. ആകെയുള്ള സ്വർണവും പണവും നഷ്ടപ്പെട്ട് മക്കളെ പഠിപ്പിക്കാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പാടുപെടുന്നവർ. തൊഴിലുറപ്പ് പദ്ധതിയിൽ ലഭിക്കുന്ന ജോലിയാണ് ഇതിൽ പലരുടെയും ആശ്രയം. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ജോലിയെടുക്കാൻ സാധിക്കാത്തവരും ഇവർക്കിടയിലുണ്ട്. വയനാട്ടിൽ പ്രവർത്തിക്കുന്ന ജോയിന്റ് വോളണ്ടറി ആക്ഷൻ ഫോർ ലീഗൽ ഓൾട്ടർനേറ്റീവ്സ് ജ്വാല എന്ന സംഘടനയാണ് വിവാഹിതരും നിയമപരമല്ലാതെ ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ടവരുമായ സ്ത്രീകളുടെ കണക്കുകൾ ശേഖരിച്ചത്. വയനാട് ജില്ലയിലെ ചുരുക്കം ചിലയിടങ്ങളിൽ മാത്രം നടത്തിയ സർവേയിൽ 1200 പേരെ കണ്ടെത്തി. പഠനം ഇപ്പോഴും തുടരുന്നു. ഇവർ സമൂഹത്തിൽ, കുടുംബത്തിൽ, നമ്മളുടെ എല്ലാ സംവിധാനത്തിലും വളരെ ഒറ്റപ്പെട്ടു കഴിയുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയും. 98% സ്ത്രീകളും ഒരു നിയമ നടപടികളിലേക്ക് പോകാൻ താല്പര്യം കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ അതിന് മെനക്കെട്ടിട്ടില്ല. അവർ പറയുന്ന മറുപടി എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് മുൻകാല അനുഭവങ്ങളുണ്ട്, ഞങ്ങളുടെ തൊട്ടടുത്ത സ്ത്രീ കോടതിയായിട്ട് കയറി ഇറങ്ങിയിട്ട് അവരുടെ ജീവിതം മുഴുവനും പോകുന്നു, അവരുടെ സ്വത്ത് പോകുന്നു, അവരുടെ സമ്പാദ്യമെല്ലാം ഈ കേസിന് വേണ്ടി ചെലവഴിക്കുന്നു. എന്നിട്ട് അവസാനം അവർക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് നാമമാത്രമായിട്ടുള്ള ഒരു കോമ്പൻസേഷൻ ആയിരിക്കും. ആ കോമ്പൻസേഷൻ എന്ന് പറയുന്നത് തന്നെ ഭർത്താവ് ഇട്ടേച്ച് പോയിട്ടുള്ള ഭർത്താവ് 2-3 മാസം മാത്രം കൊടുക്കുകയും പിന്നീട് അത് നിർത്തലാക്കുകയും ചെയ്യും. ഇങ്ങനെ നിരന്തരമായിട്ട് കോടതി കയറി ഇറങ്ങുകയും ആ ബാക്കിയുള്ള സ്വത്ത് പോലും നശിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്ന അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കോടതിയായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി താല്പര്യം. ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ട് കഴിയുന്നവരിൽ 53% മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ്. ഹിന്ദു സമുദായത്തിൽ നിന്നുള്ളവർ 41%, ക്രിസ്ത്യൻ സമുദായത്തിൽ ഇത് 6%. 49% പേരുടെയും മാസവരുമാനം 500 രൂപയിൽ താഴെ. വരുമാനമില്ലാത്തവർ 13%. 53% പേരുടെയും വിവാഹം കഴിഞ്ഞത് 10നും 20 വയസ്സിനും ഇടയിലാണ്. 3% പേർ അവിവാഹിത അമ്മമാരുമാണ്. 4 മുതൽ 6 വർഷം വരെ വിവാഹബന്ധം തുടർന്നവരാണ് സർവേയിൽ കണ്ടെത്തിയതിൽ അധികവും, 32%. 3 വർഷം വരെ ഒപ്പം താമസിച്ചവർ 20%. ബന്ധം ഉപേക്ഷിക്കപ്പെട്ട ശേഷം ഒറ്റയ്ക്ക് കഴിയുന്നവർ 34%. സഹോദരങ്ങൾക്കൊപ്പവും മറ്റു ബന്ധുക്കൾക്കൊപ്പവും കഴിയുന്നവർ 14%. 7 വർഷം കഴിഞ്ഞാൽ സർക്കാർ നൽകുന്ന പെൻഷൻ ലഭിക്കുന്നവർ വെറും 27%. കൂലിപ്പണിയെടുക്കുന്നവരാണ് 39%. 30% പേർ തൊഴിലുറപ്പിൽ ജോലി ചെയ്യുന്നു. 24% പേർക്ക് ജോലിയുമില്ല. 31നും 40നും ഇടയിൽ പ്രായമുള്ളവർ 39%. 50 വയസ്സുവരെ പ്രായമുള്ളവർ 35%. 5ാം ക്ലാസ്സിനു താഴെ വിദ്യാഭ്യാസമുള്ളവരാണ് ഇവർക്കിടയിൽ കൂടുതൽ, 40%. 91% പേരുടെയും ആദ്യ വിവാഹം. മതപരമായി നടത്തിയ വിവാഹങ്ങളാണ് ഏറ്റവും കൂടുതൽ, 82%. ജ്വാല വയനാട്ടിൽ നടത്തുന്ന സർവേ പൂർത്തിയായാൽ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലേക്കും പഠനം വ്യാപിപ്പിക്കും. കൊച്ചു ജില്ലയായ വയനാട്ടിൽ തന്നെ ഇത്രയും ആളുകളുള്ളപ്പോൾ സംസ്ഥാനത്തെ മൊത്തം കണക്കുകൾ വളരെ കൂടുതലായിരിക്കും. നിയമപരമായി ഇവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുകയും സ്വന്തമായി വരുമാനമുണ്ടാക്കാനും ജീവിതത്തിൽ ഒറ്റയ്ക്ക് മുന്നേറാൻ ഇവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നതാണ് ജ്വാല ലക്ഷ്യമിടുന്നത്.
ഭർത്താവിൽ നിന്ന് നഷ്ടപരിഹാരം മാത്രമല്ല ഈ സ്ത്രീകൾ ആവശ്യപ്പെടുന്നത്. സമൂഹത്തിൽ മാന്യമായി ജീവിക്കണം, സ്വന്തം മക്കളെ നല്ല രീതിയിൽ വളർത്തണം, ഇതിനാവശ്യമായി ഒരു സ്വയം തൊഴിൽ. ഇതെല്ലാമാണ് സർക്കാരിനോട് ഈ സ്ത്രീകൾക്ക് ആവശ്യപ്പെടാനുള്ളത്.